ഞാൻ ഈ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് മിഠായി മേടിക്കാനായിട്ട് ഗേറ്റിന്റെ പുറത്തേക്ക് ഒരു കുട്ടി ഇറങ്ങി. ആ കുട്ടി പറയുന്നുണ്ട്, എനിക്കൊരു മീശക്കാരൻ ചേട്ടൻ എനിക്കൊരു മിഠായി തന്നു, അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സാമൂഹിക വിരുദ്ധ നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടികൾക്കും എല്ലാവർക്കും ഒരു ഗുണപാഠം എന്നുള്ള ലെവലിലാണ് ഞാനായിട്ട് ഇത് ചെയ്തിട്ടുള്ളത്. കൊണ്ടുപോടാ. ചൊരണ്ടാന്നൊക്കെ കൊണ്ടുപോടാ. നിന്റെ മാത്രം മാറി നിൽക്കണം അങ്ങോട്ട്. ഇങ്ങോട്ട് വാ. എന്താടാ? കഞ്ഞി. കഞ്ഞിയോ? ഇനിയോ? ഇവനാരടാ? തീറ്റപ്രാന്തനാ? പത്താം ക്ലാസ് വരെ മാത്രം പഠിച്ച ഈ ഓട്ടോ ഡ്രൈവർ തന്റെ സിനിമാ സ്വപ്നങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. അംഗവൈകല്യങ്ങളെ അതിജീവിച്ച് കൈ നിറയെ അവസരങ്ങളല്ല, എഴുതുന്ന പാട്ടിന്റെ തികവും പുതുമയുമാണ് പ്രധാനമെന്ന് രാജു രാഘവ് തെളിയിക്കുന്നു. ഒരു ഓട്ടോ ഡ്രൈവർ ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നു. തൃശൂർ ചുവന്നമണ്ണ് സ്വദേശിയായ ഇ.ജെ. ജോബിയാണ് ഒരു ഹ്രസ്വ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പാട്ടും അടിപിടിയുമൊക്കെയുള്ള ഒരു ചിത്രം. സാമൂഹ്യ പ്രതിബദ്ധതയാണ് ചിത്രത്തിന്റെ കാതൽ. ഓട്ടോ ഡ്രൈവറായി തൃശൂർ നഗരത്തിലൂടെ തലങ്ങും വിലങ്ങും പായുമ്പോൾ കണ്ട ഒട്ടേറെ വഴിയോര കാഴ്ചകൾ ജോബിയുടെ മനസ്സിന് പിടിച്ചുലച്ചു. ഭിക്ഷയാചിച്ചു നടക്കുന്ന കുരുന്നുകളുടെ കണ്ണുകളിലെ നൊമ്പരത്തിന്റെ കണ്ണീർ നനവ് ഈ യുവാവ് കണ്ടു. ഭിക്ഷാടന മാഫിയയുടെ ക്രൂരമായ പീഡനങ്ങൾക്കിരയാകുന്ന കുട്ടികൾ. ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി അവർ പിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ ജോബിയുടെ മനസ്സിനെ സ്വാധീനിച്ചു. അതൊരു കൊച്ചു ചലച്ചിത്രമായി പിറന്നു. നമ്മുടെ സമൂഹത്തിൽ ഓരോ ദിവസത്തെ പത്രങ്ങളും അതുപോലെ മാധ്യമങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് പിള്ളേരെ തട്ടിക്കൊണ്ടു പോവുക, ഉപയോഗശേഷം വലിച്ചെറിയുക കുറ്റിക്കാട്ടിൽ, അതുപോലെ കാനകളിൽ, അങ്ങനെ ഓരോ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണത്. അപ്പോൾ അതിനെതിരായിട്ടൊരു മാതാപിതാക്കൾക്കായാലും കുട്ടികൾക്കായാലും എന്താ പറയുക, ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു മുൻകരുതൽ കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇതിൽ കൂടുതൽ ഉദ്ദേശിച്ചേക്കുന്നത്. ഭിക്ഷാടന മാഫിയയുടെ വലയിൽ കുടുങ്ങിയ കുട്ടികളെ രക്ഷിക്കാൻ ഒരു യുവാവ് വരുന്നതാണ് കഥയുടെ ഇതിവൃത്തം. വഴിയോരങ്ങളിൽ താൻ കണ്ട കുട്ടികളായിരുന്നു കഥാപാത്രങ്ങൾ. തിരക്കഥാരചന പോൺ കണ്ണക്കുളമാണ് നിർവഹിച്ചത്. മോളെന്തിനാ ഓടിയത്? ആരാ മോളെ ഓടിച്ചത്? ഞങ്ങള് ഒരു വലിയ വീട്ടില് അടച്ചിട്ടിരിക്കുകയായിരുന്നു.
ഞാൻ മാത്രം അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു വന്നതാ. ചിത്രം ഹ്രസ്വമാണെങ്കിലും 18 പേർ അഭിനയിച്ചു. സ്റ്റണ്ടും സെന്റിമെന്റ്സും നിറഞ്ഞ രംഗങ്ങൾ ഹ്രസ്വചിത്രത്തെ ജീവനുള്ളതാക്കി. സംവിധായകൻ കരാട്ടെ അഭ്യാസി കൂടിയായതിനാൽ ചിത്രത്തിൽ അല്പം സ്റ്റണ്ടും ചേർത്തു. സൗണ്ട് റെക്കോർഡിംഗിനായി ശബ്ദങ്ങൾ കൃത്രിമമായി ഒരുക്കി. തുടക്കക്കാരന്റെ ലെവലിൽ ഞാൻ ഒരു സിനിമയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഒരു തുടക്കം ഏതൊരു ചെറിയ രീതിയിൽ പോവുക, അത് ജനങ്ങളിലേക്ക് എന്തെങ്കിലും നല്ല സംഭവങ്ങൾ എത്തിക്കുക, അതാണ് ഞാൻ കൂടുതലും ഉദ്ദേശിച്ചിട്ടുള്ളത്. സിനിമാ കമ്പം തലയിൽ കയറിയത് അവിചാരിതമായാണ്. ഒരിക്കലൊരു സീരിയൽ സെറ്റിൽ ചെന്നുപെട്ടു. സീരിയൽ ഷൂട്ടിംഗ് കാണുക മാത്രമല്ല, 2 രംഗങ്ങളിൽ അഭിനയിച്ച ശേഷമാണ് ജോബി മടങ്ങിയത്. സീരിയൽ ഷൂട്ടിംഗ് അനുഭവം മനസ്സിലൊരു നെരിപ്പോടായി സൂക്ഷിച്ചിരുന്നു. സ്വന്തമായി ഒരു ചിത്രം നിർമ്മിക്കുകയെന്ന സ്വപ്നം അങ്ങനെ മനസ്സിൽ കൂടുകൂട്ടി. അങ്ങനെ ഒരു ഹ്രസ്വചിത്രമൊരുക്കാൻ സാഹചര്യം ഒത്തുവന്നു. നേരിൽ കണ്ടത് അനുഭവിച്ചറിഞ്ഞത് ഒക്കെയാണ് ജോബി ക്യാമറയിൽ പകർത്തിയത്. തികവുറ്റ ഒരു സംവിധാന ശൈലി എന്നൊന്നും പറയാനൊക്കില്ലെങ്കിലും ജോബിയിൽ ഒരു പ്രതിഭ ഉണ്ടെന്നത് സത്യമാണ്. സിനിമ കാണുമ്പോൾ ഞാൻ സിനിമ കഥയെ കുറിച്ച് ശ്രദ്ധിക്കാറില്ല. ആ ഫ്രെയിം എവിടെ വരുന്നു, അവിടെ ആളുകൾ എവിടെ നിന്ന് കടന്നു വരുന്നു, ആ ക്യാമറ അവിടെ വെച്ചേക്കണേ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കുക. ഒരു 1000 സംഭവങ്ങൾ കണ്ടാലാണ് നമ്മൾ ചെയ്യുന്ന വർക്കിൽ ഒരു 2 സംഭവമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂ. സുഹൃത്തായ 19കാരൻ ഫിന്നി ജോസഫാണ് ക്യാമറ ചലിപ്പിച്ചത്. കന്നി ചിത്രത്തിന്റെ അമ്പരപ്പൊന്നുമില്ലാതെയായിരുന്നു ഫിന്നി ക്യാമറ ചലിപ്പിച്ചത്. അക്കഥകൾ ഫിന്നി തന്നെ പറയും. ഞാൻ ചെറുപ്പം തൊട്ടായ സിനിമ കാണുമ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്യുക, അതൊരു പരിപാടിയായിരുന്നു. അങ്ങനെ ഏതൊക്കെ ക്യാമറ ആംഗിള്, സിനിമയുടെ പോരായ്മകൾ ശരിക്കും ഹോളിവുഡിലായാലും ബോളിവുഡ് ഏത് ചിത്രമായാലും ഞാൻ അതിന്റെ പോരായ്മകൾ കണ്ട് മനസ്സിലാക്കുമായിരുന്നു. പിന്നെ ക്യാമറ ഉപയോഗിച്ചതിൽ ശീലമൊന്നുമില്ല. അപ്പോൾ ജോബി ചേട്ടൻ നന്നായിട്ട് സഹായിച്ചു. ഒരാഴ്ചയെടുത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ചിത്രത്തിന് പേരിട്ടു ബലിപ്രാവുകൾ. സ്വാശ്രയ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ആദ്യമായി ചിത്രം പ്രദർശിപ്പിച്ചു. ചിത്രം കണ്ടവർക്കെല്ലാം നല്ല അഭിപ്രായം. പിന്നീട് പല വേദികളിലും ഈ ചിത്രം പ്രദർശിപ്പിച്ചു. 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഓട്ടോ ഡ്രൈവർ അങ്ങനെ ഹ്രസ്വചിത്രത്തിന്റെ സംവിധായകനായി. ചുരുങ്ങിയ പണം ചിലവിട്ടൊരുക്കിയ ഈ ഹ്രസ്വചിത്രം സുഹൃത്തുക്കൾ തമ്മിലുള്ള കൂട്ടായ്മയുടെ വിജയം കൂടിയായിരുന്നു. ഇനിയൊരു മുഴുനീള ചിത്രം എടുക്കുകയാണ് ജോബിയുടെ സ്വപ്നം. സമാന്തരമെന്നോ ജനകീയമെന്നോ വിളിക്കാവുന്ന ചിത്രങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഉയർന്നു വരേണ്ടത്. ഒരു മുഴുനീള ചലച്ചിത്രം എന്ന ജോബിയുടെ സ്വപ്നം പൂവണിയട്ടെ. ജോബിക്ക് മുൻകൂർ വിജയാശംസകൾ നേരുന്നു.